അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. നിലമ്പൂർ നിന്ന് ട്രെയിൻ മാർഗം പാഴ്സൽ സർവീസ് വീണ്ടും തുടങ്ങണമെന്ന ആവശ്യം ശക്തമാവുന്നു. നിലമ്പൂർ മൈസൂരു കർമ്മസമിതി ഭാരവാഹികളും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളും യോഗം ചേർന്നു. നേരത്തെ പാഴ്സൽ സർവീസ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് പാഴ്സൽ സർവീസിന് ആവശ്യക്കാർ കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി നിർത്തിയിരുന്നു. നിലമ്പൂർ മൈസൂരു റെയിൽവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് പാഴ്സൽ സർവീസ് വീണ്ടും തുടങ്ങിയത്. നൂറുകണക്കിന് വ്യാപാരികളാണ് ഇന്ത്യയുടെ മധ്യവടക്ക് ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂർ മേഖലയിലേക്ക് ദിനം പ്രതി ചരക്കുകൾ കൊണ്ടുവരുന്നത്. നിലവിൽ ഇതെല്ലാം റെയിൽവേ വഴിയാണെങ്കിലും ഷൊർണൂർ വരെ മാത്രമാണുള്ളത്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുന്ന എല്ലാ ട്രെയിനുകളിലും ലഗേജ് വാനുകളുണ്ടെങ്കിലും അതിലൊന്നും ചരക്കുകൾ കൊണ്ടുവരുന്നില്ല. അതിനാൽ തന്നെ ഈ മേഖലയിലുള്ള വ്യാപാരികൾ റോഡ് വഴിയുള്ള പാഴ്സൽ കമ്പനികളെയാണ് ചരക്കുകൾ കൊണ്ടുവരുന്നതിന് ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ചരക്കുകൾ വരുമ്പോൾ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നിലമ്പൂരിലേക്ക് വീണ്ടും പാഴ്സൽ സർവീസ് തുടങ്ങണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇതിന്റെ മുന്നോടിയായി നിലമ്പൂർ മൈസൂരു കർമ്മസമിതി ഭാരവാഹികളും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളും യോഗം ചേർന്നു. യോഗത്തിൽ നിലമ്പൂർ മൈസൂരു റെയിൽവേ കർമ്മസമിതി ഭാരവാഹികളായ ജോഷ കോശി, അനസ് യൂണിയൻ, ജോർജ് വർഗീസ് തുടങ്ങിയവരും IJ യൂണിഫോംസ്, ഡി വൈബ്സ്, ഡോട്ട് ജീൻസ്, VK ട്രേഡേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു. പാഴ്സൽ സർവീസിന് ശ്രമം ഊർജിതമാക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം മുമ്പ് നിർത്തമുണ്ടായി. അപ്പോൾ അന്ന് മുതൽ നമുക്ക് ഒരു ഇവിടുത്തെ ആൾക്കാരുടെ വ്യാപാരികളുടെ ഒരു ഡിമാൻഡുണ്ട്, നമുക്കൊരു പാഴ്സൽ സർവീസ് വീണ്ടും ആരംഭിക്കണം. അപ്പോൾ അത് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്താണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗ് കൂടി ഇരിക്കുന്നത്. ആരൊക്കെയാണ് എത്രമാത്രം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കാനും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനും ഉണ്ട് എന്നുള്ള ഒരു ഡേറ്റ കളക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. 4-ാം തീയതി DRECCയുടെ മീറ്റിംഗ് ഉണ്ട്, അതായത് ഡിവിഷൻ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാനും മിസ്റ്റർ അനസും ഇത് മെമ്പേഴ്സാണ്, ഞങ്ങൾ രണ്ടുപേരും അവിടെ പോകും. അന്നത്തെ മീറ്റിംഗിലേക്ക് നമുക്ക് വേണ്ടുന്ന ഡേറ്റയാണ് ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്തുമാത്രം സാധനങ്ങൾ, എന്തുമാത്രം മെറ്റീരിയൽസ് ഇവിടുന്ന് കെട്ടിയത്, ഇവിടെ അധികം സാധനങ്ങൾ വെളിയിൽ നിന്ന് വരുന്ന ട്രേഡ് ആണെങ്കിൽ ശരി, നമുക്ക് നിലമ്പൂരും ചുറ്റുപ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വെളിയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ശരി, ബോംബെ ആയാലും ശരി, ഡൽഹി ആയാലും ശരി, ഇവിടെ യൂണിഫോമിൻ്റെ ഫാക്ടറി ഉണ്ട്, റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ഇവർക്കുള്ള റോ മെറ്റീരിയൽ വരികയും വേണം, ഇവിടുന്ന് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് വെളിയിലേക്ക് പോവുകയും വേണം. ഇൻവേർഡും ഔട്ട്വേർഡും ഉള്ള ട്രാൻസ്പോർട്ട് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഇവർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈ റോഡാണ്. റോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 25, 30 ദിവസം വരെ ഡൽഹിയിൽ നിന്ന് വരുന്ന എടുക്കുന്നുണ്ടെന്നാണ് അനുഭവത്തിൽ ഇവിടെ പറയുന്നത്. ബോംബെ എന്നൊക്കെ 20 ദിവസം എടുക്കും. നമുക്ക് റെയിൽവേ കൂടെ 2 to 3 days, 2 മുതൽ 3 ദിവസം കൊണ്ട് ഈ സാധനം നിലമ്പൂരിൽ എത്താനുള്ള സംവിധാനമാണ്. ഒരു ഒറ്റ ട്രാൻസിറ്റേ വരുന്നുള്ളൂ, അതിന് ട്രാൻസിറ്റ് ഇടും. ഇറക്കി കയറുമ്പോഴുണ്ടാകുന്ന ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിന്റെ പോസ്റ്റ് വെച്ചിട്ടാണ് അത് വരുന്നത്. ഇതിന് ഇറക്കുകൂലി കയറ്റും വരുന്നതില്ല, ഒന്നേ ഉള്ളതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് കിട്ടും. പിന്നെ റെയിൽവേ എന്ത് പറഞ്ഞാലും റോഡ് ട്രാൻസ്പോർട്ടേഷനേക്കാളും കുറഞ്ഞ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് കുറഞ്ഞ ചെലവിൽ നമുക്ക് സാധനങ്ങൾ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാനും നിലമ്പൂരിൽ നിന്ന് അയക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഫിനിഷ് ഗുഡ്സിന് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള പ്രൈസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിന്റെ കോസ്റ്റും നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ 2 ആസ്പെക്റ്റാണ് നമ്മൾ ഇതിനകത്ത് എൻഹാൻസ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ വെച്ചുകൊണ്ട് ഇനിയുള്ള ഡേറ്റ ഇവിടെ കളക്ട് ചെയ്തിട്ട് 4-ാം തീയതി നമ്മുടെ DRECC മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു ലീസ് പോലെ നിലമ്പൂരിൽ എടുക്കുക, എന്നിട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിലമ്പൂരിലുള്ള എല്ലാ വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.